ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ചാവക്കാട് ബീച്ചിലാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വൈകുന്നേര ടൈമിലാണ് പോകുന്നത്. ഒരു 3 മണി 4 മണി ടൈമിലാണ് പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തെ ചാവക്കാട് ബീച്ചൊന്നുമല്ല, ഇപ്പോൾ ഒരുപാട് പുരോഗമനം വന്നിട്ടുണ്ട്. ഇവിടെ ഒത്തിരി ആളുകൾ വന്ന് പോകുന്നുണ്ട് കേട്ടോ. അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഇപ്പോൾ ചാവക്കാട് ബീച്ച് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം. കാണാൻ മാത്രമുള്ള കാഴ്ചകളും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ പണ്ട് ഈ ഭാഗത്തൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നേരെ ഇറങ്ങി. അപ്പം ഫുൾ തിരക്കാണ് ബീച്ചിൻ്റെ അവിടെയൊക്കെ. അത്യാവശ്യം ഓണത്തിൻ്റെ ആ ടൈമൊക്കെ ആയ കാരണം തന്നെ നല്ല രീതിയിലുള്ള തിരക്കും ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ചധികം തിരക്കുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്ന ഒരു ഏരിയ. ഇവിടെ ബഗ്ഗി റൈഡ് നടക്കുന്ന ഒരു സ്പോട്ടാണ്. ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളും മുതിർന്നവരൊക്കെ ഈ ഒരു റൈഡ് ചെയ്യാനായിട്ട് ഇവിടെ ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് ദൂരം, അധികം ദൂരമൊന്നുമില്ല, എന്നാലും കുറച്ച് ദൂരമൊക്കെ നമുക്ക് ഇതിൽ യാത്ര ചെയ്തിട്ട് വരാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണുന്ന ഒരു കാഴ്ച ഇതായിരിക്കും. അപ്പോൾ ആ സൈഡിൽ കൂടെ ഒക്കെ വരുന്ന ആളുകളെയൊക്കെ വിസിലടിച്ചിട്ട് അവിടെ മാറ്റി നിർത്തും. ഇവിടെ എപ്പോഴും ഇങ്ങനെ ആളുകൾ നിൽക്കുന്നത് കാരണം തന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള അപകടങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എപ്പോഴും ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഇവിടെ ഇവർ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നടന്നു വരുമ്പോൾ പിന്നെ കാണുന്ന കാഴ്ചകളാണ് കച്ചവടക്കാർ. ഇവിടെ മെയിനായിട്ട് കാണുന്നതാണ് ഈ പഞ്ഞിമിഠായും അതുപോലെ തന്നെ ഓടക്കുഴലൊക്കെ വിൽക്കുന്ന ആൾക്കാർ. പിന്നെ ഞങ്ങൾ നടന്നു പോകുന്ന സമയത്താണ് ഒട്ടകത്തിനെ കണ്ടത് കേട്ടോ. ഇവിടെ ഒട്ടക സവാരി നടത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേനും ആ ഒട്ടകം അവിടെ നിന്ന് ചാടി എണീറ്റ്. ഞങ്ങൾ ശരിക്കും പേടിച്ച് പോയിട്ടോ, കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് അവിടെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ അങ്ങോട്ട് പോയതാണ്. പക്ഷെ അത് എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ ശരിക്കും പേടിച്ചു. പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അതും ഇവിടെ വന്ന അടിപൊളിയായിട്ട് നടത്തിയിട്ട് പോവാം. അപ്പോൾ ഇവിടെ നല്ലൊരു അടിപൊളി വൈബാണ്. ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ പാർക്കും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പാർക്കിൻ്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്. ഇപ്പോഴും കുറേ സാധനങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതേ നേരത്തെ കണ്ട ഒട്ടക അവിടെ ഒരാളും ഒട്ടക സവാരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് അതൊക്കെ കണ്ട് നല്ലൊരു അടിപൊളിയാണ്. നല്ല തണുത്ത കാറ്റും പിന്നെ ക്ലൈമറ്റും ആ സൺലൈറ്റും ഒക്കെ നല്ല രസമുള്ള ഒരു അടിപൊളി വ്യൂ ആണ്. ഇവിടെ സൈഡിൽ റൈറ്റ് സൈഡിൽ വന്നിട്ട് കുട്ടികളുടെ പാർക്കാണ്. ഇവിടുത്തെ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം കുട്ടികൾ പാർക്കിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അതും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. കുട്ടികളായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാലും അവർക്ക് നല്ല രീതിയിൽ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ തൊട്ട് സൈഡിൽ കൂടെ ഒരു ചെറിയ പാലം വഴിയാണ് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോകുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയും ചെറിയ കടകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ കുറേ ആളുകൾ ഇവിടെ റീൽസ് ഫോട്ടോഷൂട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളൊരു പുലീനെ ഉണ്ട്, പുലിക്കളിക്കുള്ള പുലീനെ. അവിടെ ഫോട്ടോ എടുക്കാൻ കൊണ്ടതാണോ തോന്നുന്നുണ്ട്. അവിടെ ഒരു പുലീനൊക്കെ കണ്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ട് ഇവിടെ ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ നല്ല രീതിയിലുള്ള അപ്ഡേറ്റ്സ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കുടിവെള്ളത്തിൻ്റെ സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്പോട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുള്ളത് 100% ഉറപ്പാണ്. അവിടെ തൊട്ടടുത്ത് തന്നെ നല്ല രീതിയിൽ റീൽസ് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അങ്ങനെ നടന്നിട്ട് വീണ്ടും കച്ചവടങ്ങൾ നടക്കുന്ന ഒരു ഏരിയയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് കാണാൻ പറ്റുന്നത് ഒരു ബജിക്കടയാണ്. നല്ല രീതിയിലുള്ള തിരക്കായിരുന്നു.
കുലുക്കി സർവത്തിൻ്റെ കടയിലാണ് കയറിയത്. അവിടെ ചെന്നപ്പോൾ ബൂസ്റ്റ് കുലുക്കിയാണ് അവിടുത്തെ ഹൈലൈറ്റ് സാധനം. അപ്പോൾ നമ്മൾ ഒരു ബൂസ്റ്റ് കുലുക്കി പറഞ്ഞിട്ടുണ്ടായി, പിന്നെ നമ്മളൊരു ഓറഞ്ച് കുലുക്കി സർവത്തും പറഞ്ഞിട്ടുണ്ടായിട്ടാ. അപ്പോൾ ചേട്ടനത് ഉണ്ടാക്കുന്ന തിരക്കിലാണ് നമ്മൾ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര കൗതുകമായിരുന്നു. ഈ കുലുക്കി സർവത്ത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കുന്ന കാര്യം എന്താണെന്നറിയോ, ഈ ഗ്ലാസ് എന്താ പൊട്ടാത്തതെന്നാണ് നമ്മളിങ്ങനെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുക. അപ്പോൾ നല്ല രസമാണ്. അത് നിലത്ത് പൊട്ടാണ്ടും തട്ടാണ്ടും നമുക്ക് കറക്റ്റായിട്ട് സെറ്റായിട്ട് അവർ തരുമ്പോൾ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നല്ല ഹൈറ്റിലാണ് അവർ ആ മിൽക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബൂസ്റ്റാണ് അവരെടുക്കുന്നത്. ഒരു ബൂസ്റ്റ് ഫുള്ളായിട്ട് ഒരു കുലുക്കി സർവത്തിൽ അവർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി മെയിനായിട്ടുള്ള പരിപാടിയാണ് ആ ഗ്ലാസ് പൊട്ടാണ്ട് അത് കുലുക്കി എടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ചില വീഡിയോസിലൊക്കെ ഈ ഒരു ഗ്ലാസ് പൊട്ടിപ്പോകുന്നതും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഭയങ്കര ആകാംക്ഷയോടെ കൂടിയിട്ടാണ് ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ ഒരുപാട് ആളുകൾ ഈ കുലുക്കുന്ന സൗണ്ട് ഇട്ടിട്ട് ഓടി വന്ന് നോക്കുന്നുണ്ടായിട്ടോ ആൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത് നോക്കി നിൽക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൾ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഇത്രയും വലിയൊരു പരിപാടിക്ക് ശേഷം നമുക്ക് ആ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. ബൂസ്റ്റ് കുലുക്കി ഇത് കുടിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ ബൂസ്റ്റ് കുലുക്കിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൽ കസ്കസും ആ ഒരു ബൂസ്റ്റിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടായി. അടുത്തത് നമ്മൾ ഓറഞ്ച് കുലുക്കിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓറഞ്ച് കുലുക്കിക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഓറഞ്ച് കുലുക്കി നമ്മുടെ കയ്യിൽ കിട്ടി. ഇതും കുടിച്ച് നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സൂപ്പർ സംഭവം കേട്ടോ. ബജിക്കടയിൽ ഇപ്പോഴും ഭയങ്കര തിരക്കാണ്. സോ നമുക്ക് അവിടെ നിന്നൊന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ നേരെ അടുത്ത കടയിലേക്ക് പോയി. ഇവിടെ വന്നപ്പോൾ ദേ പെമ്പിളേരെ മെയിൻ സ്പോട്ടാണ്. ഒത്തിരി കമ്മലുകൾ കളക്ഷനുള്ള ഒരു കട. ഒരറ്റം മുതൽ ഒരറ്റം വരെ കമ്മലുകളാണ് കേട്ടോ. അതും വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളാണ്. അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള കമ്മലുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റഡ് കമ്മലുകളുണ്ട്, നല്ല ലെങ്തി ആയിട്ടുള്ള കമ്മലുകളുണ്ട്. നമുക്ക് ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് ഇതിൽ ഏതെടുക്കണം ഏത് നോക്കണം എന്നുള്ളത്. അത്രയും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഒരു സൈഡ് ഫുള്ള് അവർ ജുമുക്ക സെറ്റാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി കമ്മൽ സെറ്റുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ നടന്നു വരുമ്പോൾ ഓരോ സ്റ്റോളും ഇവിടെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളുകൾ വരുന്നതിനനുസരിച്ച് തിരക്ക് കൂടുന്നുണ്ട്. അപ്പോൾ ഓരോ കടകളും ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഐസ്ക്രീം. എവിടെ ചെന്നാലും ഐസ്ക്രീം ഇല്ലാണ്ട് ഒരു കളിയില്ല. അപ്പോൾ ഞങ്ങൾ 4 ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിട്ടുള്ള ഐസ്ക്രീമുകളൊക്കെ മേടിച്ച് അതും കഴിച്ചോടെ നടക്കുന്നത്. പിന്നെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള ആളുകളെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ സൺസെറ്റ് ആയി തുടങ്ങി, ഏകദേശം ക്ലൈമറ്റൊക്കെ മാറി തുടങ്ങി
തുടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള തിരക്കും, ആളുകൾ നന്നായിട്ട് വന്നു തുടങ്ങി. നേരത്തെ കണ്ടതിനേക്കാളും നല്ല രീതിയിലുള്ള തിരക്കാണ് ഇവിടെ ഉള്ളത്. പിന്നെ റൈഡിങ് അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ഇഷ്ടംപോലെ ആളുകൾ ക്യൂ തന്നെയാണ് കേട്ടോ അവിടെ കയറാനായിട്ട്. അപ്പോൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. സൺസെറ്റൊക്കെ കഴിഞ്ഞു. എല്ലാ കടകളിലും ലൈറ്റെല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ തിരിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ കുറേ ആളുകൾ ഇങ്ങോട്ട് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിലും ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനായിട്ട് നല്ല രസമാണ്. നേരെ ചെല്ലുന്നതും നമ്മുടെ കുട്ടികളുടെ പാർക്ക് തന്നെയാണ്. ഇവിടെയും ഈ ഒരു ടൈമിൽ നല്ല രീതിയിലുള്ള തിരക്കാണ് കേട്ടോ. ഇവിടെ ഇപ്പോഴും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഇതേ ഇവിടെ റൈഡിലൊക്കെ നല്ല കളിയിലാണ്. അപ്പോൾ ഒത്തിരി ടൈം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനും അടിച്ചു പൊളിക്കാനൊക്കെ പറ്റും. കുട്ടികളുടെ മെയിൻ ഏരിയ ആണ് ഇതൊക്കെ. രാത്രിയായപ്പോൾ എല്ലാ ലൈറ്റുകളെല്ലാം ഓണാക്കിയിട്ട് ഒത്തിരി ഷോപ്പുകൾ ഇപ്പോഴും ഇവിടെ വർക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെ സ്നാക്സും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് ഉപ്പിലിട്ട സാധനങ്ങൾ. ഇത് നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഒരു ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കപ്പലണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉപ്പിലിട്ടത്, കപ്പലണ്ടി, ഐസ്ക്രീം, ഇതൊക്കെ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒന്നാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായി. ഒരു മാങ്ങയാണ് മേടിച്ചത്. അപ്പോൾ അതിൽ അവർ ആ ഒരു മുളകിൻ്റെ ചാറൊക്കെ ഒഴിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മേടിച്ചത് തേനെല്ലിക്കായിരുന്നു കേട്ടോ.
തേൻനെല്ലിക്ക കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ സാധാരണ ഒരു നെല്ലിക്ക ഉപ്പിലിട്ടതും കൂടി മേടിച്ചു. അപ്പം തേൻനെല്ലിക്കയും സാധാ നെല്ലിക്ക രണ്ടും കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം ഫൈനലി നല്ല ഇരുട്ടായി, നമ്മളങ്ങനെ തിരിച്ചു പോവാണ്. അപ്പം സൈഡിൽ ഈ പറഞ്ഞ പോലെ കുറേ ഷോപ്പുകൾ ഇപ്പോഴും വർക്കിംഗ് ആണ്, ആളുകളൊക്കെ അവിടെ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.